പതുക്കെ സോറി ഗൈസ് അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു മോഷണത്തിൽ വന്നേക്കാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, പൂർ ടു റിച്ച് പാർട്ട് 7 ആണിപ്പം. സോ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മളാണെങ്കിൽ എൻ്റെ തന്നെ ഓൾഡ് വീട്ടിൽ നിന്ന് പോയി ഒരു സാധനം എടുക്കാൻ പോയി. അപ്പം ഈ വലിയൊരു ജന്തു കള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് മറ്റേ ഈ ഗോഡ്സില വന്നതിനെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. നമ്മളാണെങ്കിൽ നമ്മുടെ മിഷൻ ഗൺ എടുത്ത് അതിനെ ചേർത്ത്. എനിക്ക് തോന്നുന്നു ഈ വീടിന് മുകളിലാണെന്ന്. അപ്പം നമ്മളാണെങ്കിൽ സ്നേക്ക് അയ്യോ വെടി വെച്ചുണ്ടാക്കലേ സ്നേക്ക് ഇത് വേണം പോകാൻ. ഈ ഗണ്ണാണെങ്കിൽ സൈലൻസർ ഗണ്ണാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ ടോയ് ഗണ്ണാണ്. ഞാൻ പേടിപ്പിക്കാനാണ് ഇത് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നത്. ഇപ്പം ഇതാണെങ്കിൽ ഇത് ടോയ് ബുള്ളറ്റാണ് ഗൈസ്. അത് ശരിക്കുള്ള ബുള്ളറ്റ് പോലെ തോന്നുള്ളൂ. ഓക്കെ ടോയ് ബുള്ളറ്റ് കിട്ടി സാധനം. സോ ഗോഡ്സില ഇന്നലെ വന്നുകൊണ്ട് ഓടിക്കോടാൻ മച്ചനെ. ഗോഡ്സില ഇന്നലെ വന്നുകൊണ്ട് നമ്മളാണെങ്കിൽ ഈ സാധനം എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. സോ അതുകൊണ്ട് എനിക്ക് ഇപ്പം എടുക്കേണ്ടി വന്നു. ചാടിക്കറി മതിലെ ചാടി. ദൈവമേ അമ്മ അയ്യോ എനിക്ക് വെച്ചാനെ കണ്ട കേസ് നമ്മളുടെ സ്വന്തം കാർ, ഇല്ലെങ്കിൽ ബൈക്ക് വിറ്റെടുത്ത കാർ. നമുക്ക് പേര് ഒന്നും അറിയട്ടെ. സെൻവോ എന്നാണ് ഈ കാറിൻ്റെ പേര്. അത് കമ്പനീൻ്റെ പേരാണ് സെൻവോ. അത് കാറിൻ്റെ പേര് അറിയാവുന്ന ഒരു കമ്പനിയാണ്. എനിക്ക് അറിയാനിട്ട ഗൈസ്. ഓക്കെ പതുക്കെ ഇറങ്ങണം, അല്ലെങ്കിൽ വണ്ടിൻ്റെ ഡോറ് പൊളിഞ്ഞു പോകും. അങ്ങനെയാണ്. സോ നമുക്കാണെങ്കിൽ അത് മീൻസ് സാധനം അടിച്ചു പറ്റിയിട്ട് വീട്ടിൽ കയറി ഒറ്റ ഉറങ്ങണം. ബിക്കോസ് നമ്മളാണെങ്കിൽ വീട്ടിൽ കയറിയിട്ട് 1-2 ദിവസമായി ഉറങ്ങിയിട്ടും. ഉറങ്ങാനവിടെ ക്ഷീണമൊന്നുമില്ല. വണ്ടി കൊണ്ടുപോയി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം, അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. ഓക്കെ अगर बोला ने ഓക്കെ വന്നല്ലോ. വകയും വിഷയമേ നമുക്ക് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാതെ നല്ലത്. നിർത്ത് എൻ്റെ വണ്ടി സ്ക്രാച്ചായി. എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ വീട് മാറിയിട്ടോ, നമ്മളുടെ വേറെ സിറ്റിയിലായി. നമ്മുടെ സിറ്റി തന്നെ വേറെ അയൽ സിറ്റി ഉണ്ട്, എന്ന് വെച്ചാൽ നെയ്ബർ സിറ്റി ഉണ്ട്. ഇതും പോരെങ്കിൽ അടുത്തൊരു സിറ്റി ഉണ്ടെന്ന് കൂട്ടിയാൽ മതി. നെയ്ബറും അയൽ സിറ്റി ഒന്നും മനസ്സിലാവാത്തൊരു ഞാനിപ്പോൾ പറഞ്ഞ അടുത്തൊരു സിറ്റി ഉണ്ട്, ഒരു ഗ്രാമം. ഓക്കെ ഗെയ്സ്, നമുക്കാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി ഈ സാധനം വെക്കാം. ഓക്കെ എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഞാൻ പറഞ്ഞത് അടുത്തുള്ള സിറ്റിയിലുണ്ട്. അവനാണെങ്കിൽ വീട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് ഈ വീട് സ്വന്തമായിട്ട് തന്നുകയും ചെയ്തു. ടുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കട്ടെ. അമ്മേ ഇവിടെ കയറി നിൽക്കാനല്ല പറഞ്ഞ അതേ ഭ്രാന്തൻ ടെറസിന് ഉള്ളിലേക്ക് കയറുന്നു. എടാ ഇങ്ങോട്ട് കയറി നടക്കാതെങ്കിപ്പോ ഓക്കെ ഇങ്ങോട്ട് ചാടിക്കറിയുണ്ട്. ഭൂമി അങ്ങോട്ടൊന്നും പോവല്ലേ. എന്ത് ബഗ് എന്ന് വെച്ചാൽ ഇതെന്താണ് പറ്റിയത്? എന്തെങ്കിലും ഉണ്ടാക്കാം. ചേട്ടാ വീണ്ടും ഇവിടെ കയറി കാണാം. നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊന്നും നടക്കില്ല. ഇവനാണെങ്കിലേ ചാടിക്കയറും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം.
ഇപ്പോഴാണെങ്കിൽ നമുക്ക് എന്തായാലും വിശക്കുന്നില്ല, രാത്രിത്തേക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അവൻ വിളിക്കണ്ടല്ലോ, ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം. എടാ എന്താടാ, എടാ രമേശ, എന്താ നീ കാര്യം ഇങ്ങനെ പതുക്കെ പറയാണ്ട് നീ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറ. എടാ ഞാനിപ്പോൾ കറണ്ട് മീൻസ് കറണ്ട് വെച്ചാൽ ഇപ്പം നീ നിൽക്കുന്ന വീടില്ലേ, ഇപ്പം ഞാൻ നിൽക്കുന്ന വീട്, ആ വീടിൻ്റെ അടുത്തൊരു ബിൽഡിംഗ് ഇല്ലേ, ഒരു വലിയ ബിൽഡിങ്, നോക്കട്ടെ, ഉണ്ട്. അതിൻ്റെ ഞാൻ പറയുന്ന ഡയറക്ഷനിലോട്ട് നീ മിസൈൽ എടുത്ത് വീഡിയോ ആക്കണം. എന്തിനാടാ? പോലീസ് കേസ് ഉണ്ടാക്കാനാ? ഒരാളെ കൊല്ലാനാ? ഷേട പ്രാന്ത, നീ ഒരു FIB ആണ്, എന്നിട്ട് നിൻ്റെ ഡേർട്ടി ജോബ്സ് എന്തിനാ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണേ? നിനക്ക് തന്നെ വന്ന് ചെയ്തൂടെ? എടാ ഞാൻ നിനക്ക് വീടും എൻ്റെ ബൈക്കൊക്കെ നിനക്ക് തന്നെയാണ്, അതുകൊണ്ട് മാത്രം ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇവനാണെങ്കിൽ ഇവനൊരു FIB ആട്ടോ, ഞാൻ പറയാൻ പറഞ്ഞത് എല്ലാ എപ്പിസോഡിലും. അപ്പം ആ FIB അവൻ്റെ ഡേർട്ടി ജോബ്സ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അവനെന്താ ആൾക്കാർ കൊല്ലാതെ ചെയ്യുന്നറിയോ? കാരണം അവൻ FIB ആയതുകൊണ്ട് ന്യൂസിലൊക്കെ അറിയും അവനാട് കൊന്നേന്ന്. അപ്പം അവൻ്റെ ഡ്യൂട്ടി ജോബ്സ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമുക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് മിസൈൽ എടുത്തുകൊണ്ട് വരാം. ഗൺ റൂം ഇവിടെ, ഇവിടെ മിസൈൽ കിട്ടി, ഇൻവിസിബിൾ മിസൈൽ കേട്ടോ, അതാ കാണാത്ത, അവിടെ എടുക്കുക. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങോട്ട്. ഓക്കെ, അയാൾ മരിച്ചില്ലല്ലോ. ദേ അയാൾ രക്ഷപ്പെട്ടു പോണ്. ഭാഗ്യം, അയാൾ മരിച്ച്. അയാളെ കൊന്നിട്ടുണ്ട് ഗൈസ്. നമ്മളാണെങ്കിൽ ഇപ്പം ഓക്കെ, നമ്മൾ അയാളെ കൊന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ ടോയ് കണ്ടല്ലോ കേട്ടോ. ഓക്കെ ഓക്കെ, എന്താണ്ട് ഒരു കോള് വരുന്നു, എൻ്റെ അമ്മയല്ലേ, ഇട്ടേക്കാം. എന്താ കോളൊന്നും അപ്പം ഇങ്ങനെയൊക്കെ ആവുന്നേ? ഓക്കെ, എൻ്റെ ഗൈസ്, എൻ്റെ ബോധം പോയി, അമ്മേ, എൻ്റെ ബോധം പോയി ഗൈസ്. ബട്ട് അമ്മേൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു കോളും വന്നു, അതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഗൈസ്. ബട്ട് അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഓക്കെ, അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഒരു കോള് വന്നു. ഞാൻ ഇവിടെ വന്നെത്തിയത് ഇവിടെ. അയ്യോ, ആരാണ്ട് എൻ്റെ ബോധം കെടുപ്പിച്ചു. ഓക്കെ മച്ചാനെ, അയ്യോ എൻ്റെ തല കീറുന്നതാണ്. അമ്മേ എന്നെ ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ, ഞാൻ മരിച്ചേ, അയ്യാ അമ്മേ, അയ്യാ. ഓക്കെ ഗൈസ്, നമ്മൾ മരിച്ച് വീണ്ടും വന്നേക്കുന്നത്. ഇതെന്തൊരു ആരാ നമ്മൾ ഇങ്ങോട്ട് കൊണ്ട് വന്നേക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാരഷൂട്ട് ഇടാം. എന്നുവെച്ചാൽ താഴെ മരിക്കാറില്ല, മരിക്കൂല, മീൻസ് മരിക്കില്ല. അത് സാധാരണ പാരഷൂട്ട് പോലെ അത് കീറുമില്ല. നമുക്ക് ഈ കാർ വേണ്ട ഗൈസ്, നമുക്ക് നമ്മുടെ പഴയ കാർ എടുക്കാം. ഓക്കെ, ഈ കാർ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മളുടെ പഴയ കാർ എടുക്കാം. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് താഴെ പോയിട്ട് നമ്മളുടെ കാറ് വിളിക്കാം. അതുകൊണ്ട് വേറെ ഏതെങ്കിലും കൂതറക്കാർ വിളിക്കാം. ഇങ്ങനൊരു കാറേ ഇല്ല, നമുക്ക് ടാർസൻ വിളിക്കാം കൈസ്. നല്ലൊക്കെ എന്നെ വൺ ഓഫ് ദം ഫേവറേറ്റ് കാർ ഇസ് ടാർസൻ.
എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കാറാട്ടോ. നിങ്ങൾ ടാർസൻ ദ വണ്ടർ കാർ എന്ന മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടോ. ഒരു പ്രേതക്കാർ എന്ന് വെച്ചാൽ അങ്ങനെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു അംബാസിഡർ കാറ് പോലെ ഒരു കാറുണ്ടായിരുന്നു. ആ കാറാണെങ്കിൽ ഒരാളുടെ കയ്യിലായിരുന്നു. ആ ആളെ കുറേ ആൾ മുക്കിക്കൊന്നു. ഈ ആ അംബാസിഡർ കാറിൻ്റെ മുതലാളിനെ കാറിയെ മുക്കിക്കൊന്നു. എന്നിട്ട് എൻ്റെ അമ്മയായിട്ടപ്പോൾ സംസാരിച്ചത് അത് നിങ്ങൾ മെയിൻ ചെയ്യട്ടെ. മുക്കിക്കൊന്നു. അപ്പം എന്നിട്ട് പുള്ളിക്കാരൻ്റെ ആത്മാവ് ആ കാറിൽ തന്നെ ഇരുന്നു. ആ കാറിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ആ കാറിൽ തന്നെ ഇരുന്നു. നമ്മളാണെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തിയില്ല. കാറിൽ തന്നെ ഇരുന്നു. എന്നിട്ട് ട്രെയിനൊക്കെ വെച്ച് ആ കാറ് പൊക്കി എടുത്തു. പക്ഷെ ആത്മാവിനെ നമുക്ക് ആർക്കും കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇനി ഒന്ന് വണ്ടി കയറിക്കോട്ടെ. എന്നിട്ട് പറയാം. അത് എന്നിട്ട് ആത്മാവിനെ കാണാണ്ട് നമ്മൾ താഴെത്തി നമ്മളുടെ സ്വന്തം വണ്ടി അടിച്ചോടെ. ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് മോൻ്റെ അടുത്ത് കൊണ്ടുവന്നു. മോനാണെങ്കിൽ അപ്പം വലുതായി. അപ്പം ഈ നമ്പർ കോൾ ചെയ്ത് നമ്മുടെ പുതിയ കാർ കിട്ടും. എന്താ മോന് അത് റിപ്പയർ ചെയ്തിട്ട് ആ കുളത്തിലാക്കി. എന്ന് വെച്ചാൽ ഡോറൊക്കെ അടിപൊളി ചെയ്ത് ആ കുളത്തിലാക്കി. പിന്നെ ടാർസൻ കാറിൻ്റെ ഞാനാണെങ്കിൽ ഒരു സീക്രട്ട് പറയട്ടെ. നമ്മളുടെ ബുഗാട്ടി കാറില്ലേ ഗൈസ്, ബുഗാട്ടി കാറാണ് വണ്ടി ടാർസൻ കാറിനെ പോലെ ഇരിക്കുന്നത്. അത് എല്ലാവരും ഒന്ന് ഓർമ്മിക്കണേ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കാണെങ്കിൽ അമ്മേൻ്റെ ഒരു കോൾ വന്നു. ഇനി നമ്മളുടെ പഴയ കാറ് തന്നെയാണ് കേട്ടോ. ആ കാറ് അത് നമ്മളുടെ അതേ കാറ് തന്നെയാണ്. ആ മറ്റേ കാറ് നമ്മളാണെങ്കിൽ ഏതോ അടിച്ചോണ്ട് പോയി. ഓക്കെ ഗൈസ്, അയ്യോ എന്താണെന്ന് വെച്ചാവട്ടെ. നമുക്ക് അമ്മ വിളിക്കുന്നു. ഞാൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല. അപ്പോൾ എന്നിട്ട് എണീറ്റപ്പോൾ ഒരു റാമ്പിൻ്റെ മുകളിലും ഗൈസ്. അമ്മ, എടാ മോനെ, നമ്മളുടെ ഗ്രാമം നശിക്കാറാ, നശിച്ചൂടോ. അമ്മ ഇതെങ്ങനെയാണ് എന്നാലും നമ്മളുടെ ഗ്രാമം നശിക്കുന്നത്? എനിക്ക് എൻ്റെ ഏറ്റവും പഴയ വീട്ടിലോട്ട് കേസ് എനിക്ക് മൂവ് ആവണം. അത് ഉറപ്പാണ് എനിക്ക്. ബിക്കോസ് ഇറ്റ് ഈസ് ഡേഞ്ചറസ്. നമ്മളുടെ ഗ്രാമം ആരാണ്ട് തല്ലി പൊളിക്കുന്നു. ദൈവമേ, എന്താണ് ഇവിടെ ഉണ്ടായി നമ്മുടെ ഗ്രാമത്തിൽ? എന്നുവെച്ചാൽ ആ ഗ്രാമത്തിൽ എൻ്റെ പഴയ ഒരു വീടാണ് ഗൈസ്. ഈ ഒരു വണ്ടി നമുക്കാണെങ്കിൽ എമർജൻസി ആയതുകൊണ്ട് വേഗം ഓടിപ്പോയേ പറ്റൂ. അമ്മ എവിടെ? അമ്മയെ നമുക്കൊന്ന് നോക്കണം. അമ്മ എന്താ ഈ നടന്നു കയറി പോണ? എടാ, ആരാണ്ടോ നമ്മളുടെ ഇത് നശിപ്പിച്ചു. ആരാണ്ട് വെടിവെച്ചു തന്നെയാ? വണ്ടി കയറിയതല്ല, എൻ്റെ വെടിവെച്ചു. അമ്മേ, ദേ ഇവിടെ ഒരു ബുള്ളറ്റ്. ആരാണ് വെടിവെക്കാൻ നോക്കിയോ? നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി വീഴോണ്ട്. അമ്മേ, ഭാഗ്യം ഗൈസ്. എന്താ ഇവനാണെങ്കിൽ വീണ്ടും ബുള്ളറ്റ് വെക്കണം. ഇത് എന്തോന്നത് അമ്മേ? നമ്മളുടെ രമേശിനാണെങ്കിൽ ഡിപ്രഷനൊക്കെ വന്നിട്ടാണ് ഗൈസ്.
എന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാവണേ. ഇവിടെ വരുമ്പോൾ എന്താണ് വീഴുന്നേ. ഒരു കാര്യം ചെയ്യാം, അവനാണെങ്കിൽ എന്തോ ഒരു ട്രാക്കർ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഈ വണ്ടി പൊട്ടിച്ചാടിയാ. ഒരു വണ്ടി പോയി 100 വണ്ടി എനിക്ക് വരും. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ ഗ്യാങ്സ്റ്റർ. ബട്ട് നമ്മളുടെ ഗ്രാമത്തിന് എന്താ പറ്റിയ, എല്ലാം നോർമലായിട്ടാണല്ലോ ഇരിക്കുന്നത്. നമുക്കൊന്ന് ആ സൈഡിൽ പോയിട്ട് നോക്കാം ഗേസ്. സൂക്ഷിച്ച് ഇറക്കാം. ഓക്കെ, അമ്മേൻ്റെ വീട് എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരനെ ഇവിടെയായിരുന്നു കേട്ടോ താമസിച്ചേ. ഇതാണ് കൂട്ടുകാരൻ്റെ വീട്. എടാ 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 അവനിനി റൂഫുണ്ടാവോ? അവനവിടെ ഞാൻ വിചാരിച്ച ഓടവെല്ലാം നന്നാക്കാൻ കയറിയുണ്ട്. അവനിവിടെ ഇല്ല. ചടിക്കും. അമ്മ ആരാണ്ട് ഷൂട്ട് ഇത് കൊന്നു. നമുക്കാണെങ്കിൽ റിവീൽ ചെയ്യണം. CCTV ഇവിടെ പോയി നോക്കാം. ഇതാണ് അമ്മേൻ്റെ വീട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കണം. ഇല്ല. നമുക്ക് എന്തായാലും വണ്ടിയിലോട്ട് തിരിച്ച് ചാടാം. അമ്മേ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ കയറിയിട്ടുണ്ട്. അയ്യോ. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ ഇനിയിപ്പം നമുക്ക് വീട്ടിൽ പോയിട്ടൊന്ന് പ്രൊജക്റ്റ് CCTV ചെക്ക് ചെയ്യണം. കാരണം എൻ്റെ അമ്മേൻ്റെ വീട്ടിലൊക്കെ അത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ജസ്റ്റ് മിസ്. നമുക്ക് വേഗം പോകണം. ബിക്കോസ് എൻ്റെ അമ്മേനെയും പിന്നെ എൻ്റെ കൂട്ടുകാരൻ അവൻ മരിച്ചോന്ന് എനിക്കറിയില്ല ഗൈസ്. പക്ഷെ അവൻ എൻ്റെ അമ്മേനെ എൻ്റെ കൺമുമ്പിൽ വെച്ചാൽ കൊന്ന്. അപ്പം അതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും, ഉറപ്പാണ്. ഇതേ വീട്. നമ്മളാണെങ്കിൽ ദേഷ്യം കാരണം വീട് വരെ മാറിപ്പോയേനെ. ഇപ്പം സ്റ്റോപ്പ്. വേങ്കറ്. എൻ്റെ ഗ്ലാസ്സിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് വെച്ച് ചെയ്യാം. എടാ സ്റ്റീവാണ് ഗൈസ് നമ്മളുടെ ഗ്രാമം നശിച്ച് നമ്മളുടെ അമ്മേനെ കൊന്നത്. അവനെന്താണെന്നറിയാം? സ്റ്റീവ് ആരാന്നറിയാം നിങ്ങൾക്ക്? എൻ്റെ ഒരു അനിയൻ, ഡെത്തനിയൻ എന്നുവെച്ചാൽ അഡോപ്റ്റഡ് ബൈ മമ്മ. എൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കറിയില്ല. അവനായിരിക്കും ചിലപ്പോൾ കൊന്നത്, തെളിവൊന്നുമില്ല. പിന്നെ അമ്മേനെ അവനാണ് കൊന്നത്, എനിക്കറിയാം. കാരണം ഈ ഫുട്ടേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവനാണ് കൊന്നത് എൻ്റെ അമ്മേനാണ്. അപ്പം സ്റ്റീവിനെ ഞാൻ ഇന്ന് തീർക്കും. എടാ സ്റ്റീവേ, അതിനുള്ള എല്ലാ വെപ്പൺസും എടുക്കട്ടെ. ഞാനാണെങ്കിൽ അവനെ ഇന്ന് കൊല്ലും. എനിക്ക് മെഷീൻ ഗണ്ണും ഉണ്ടാണ് കൊല്ലണം. അല്ല പിന്നെ വന്ന് കുടുംബത്തിൽ കയറി കളിക്കാൻ. സത്യം പറഞ്ഞാൽ അവനെൻ്റെ ഒരു കുടുംബമാണ്, അത് വേറെ കാര്യം. ഇവിടെ പോടാ, എന്ന് കയറിയിട്ട് പോ. അവൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഫോൺ ട്രാക്ക് ചെയ്യാം. കാരണം ആ ഫോൺ എൻ്റെ പഴയ ഫോണാണ് ഞാൻ അവന് കൊടുത്തത്. 1900 ഞാൻ ആ ഫോൺ ഉപയോഗിച്ചത്. എന്നിട്ട് 2025 ഞാൻ കൊടുത്തു. അല്ല
2024 ഞാൻ കൊടുത്തു. ഇപ്പോൾ 2025 ഈ കഥ നടക്കണേ. ഇത് ഇവൻ്റെ ഫ്രണ്ടാ. ഇവനടിച്ചു മറിച്ചിട്ട അമ്മേ. അയ്യോ അയ്യോ. എവിടെയാ സ്റ്റീവാണെങ്കിൽ മറ്റേ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മറ്റേ ബിൽഡിംഗ് ഉണ്ട്. ഏത് മറ്റേ എമ്പളമുള്ള ബിൽഡിംഗ്. താങ്ക്സ്. എമ്പളമുള്ള ബിൽഡിംഗ് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ആ ഇതല്ലേ, ഇവിടെ അല്ലേ വരുമെന്നാണ് പറഞ്ഞത്. അമ്മേ ഇവിടെ വിളിച്ച് വെക്കാൻ പിന്നെ മറന്നു. ഓക്കെ ദാ വരുന്ന. എടാ പന്നി. സോറി ഗൈസ്. എടാ പറട്ടെ എങ്ങനെ കൊല്ലൂടാ. ഓടിപ്പോവാൻ നോക്കുന്ന പറട്ട. ആ അത് അവൻ്റെ ആൾക്കാരുടെ അല്ലേ. ആകെ ജീവിച്ചു പോട്ടെ. യോ പോലീസ് 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 പോലീസ്. വണ്ടി കയറണം മച്ചു. പോലീസ് വരുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ഈ പോലീസിനെ അതേ ഒരു കാട്ടുമാക്കാൻ വരുന്നത്. ഓ മേ. അയ്യോ എന്തിനാടേ. അല്ല പിന്നെ ഗൈസ് എന്നെ ഇപ്പോൾ വീഡിയോ വെച്ചില്ലേ. ആദ്യം വീഡിയോ വെച്ചില്ല എടുത്തേനെ. ഇപ്പം വീഡിയോ വെക്കാൻ വന്നവൻ അവൻ്റെ വണ്ടി കയറി ഇടിച്ചു. അവനാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ് മരിച്ചു. നമുക്കാണെങ്കിൽ പോലീസിനെ വട്ടം ചുറ്റിക്കാൻ വേണ്ടി നമുക്ക് ആ വട്ടത്തിൽ കയറി കളിക്കാം കേട്ടോ ഗൈസ്. ഓക്കെ അമ്മ വേഗം വേഗം വേഗം. അയ്യോ വണ്ടീൻ്റെ ഒരു ഡോറ് പോയിടാ. താങ്ക്സ് പോലീസ്. അയ്യോ ഇതെന്തോന്നാടെ. ഒന്ന് പോലീസുകാർക്ക് പോലും വിവരമില്ലാണ്ടായ. ദൈവമേ ഞാനിനി എന്തൊക്കെ കാണണോ എന്തോ. ജമ്പ്. ഓക്കെ ഗൈസ്. ഉമ്മീ കറക്റ്റ് പോലീസുകാരൻ്റെ ഫ്രണ്ടിൽ തന്നെ വിട്ടു. ആ രണ്ടാമത്തെ ഡോറും പോയി. ഇത് അവൻ്റെ ഒരാളാ. ഇവനെ കൊന്ന് ഇതും അവൻ്റെ ഒരാളാ. ഇതൊരു പെണ്ണാണ്. അതും അവൻ്റെ ആളാ. അത് അവൻ്റെ തന്നെ ആളാ. ഇതും അവൻ്റെ ആളാണ്. ദേടാ അതല്ലേ അതും അവൻ്റെ ആളാ. ഇത്രയും ആള് ഞാനിപ്പോൾ കൊന്നതിൽ ദൈവനും അവൻ്റെ ആളാണല്ലോ. പിന്നെ വണ്ടി അടിച്ച് വന്നതിൽ കുറേ ആൾക്കാർ അവൻ്റെ ആളാണ്. കുറേ എന്ന് വെച്ചാൽ ഫുൾ ആൾക്കാരും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റും കൂടി അറിയിക്കുക. ബൈ.